നമ്മളൊക്കെ തൊടിയിലും പറമ്പിലും ഉണ്ടാവണേ നല്ല ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണ് തവരയില ചെടി കേട്ടോ. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് എന്താ പറയുകയെന്ന് എനിക്കറിയില്ല, ഞങ്ങൾ അങ്ങനെ പറയാം. അപ്പോൾ ഇത് വെച്ചിട്ട് നല്ല അടിപൊളിയൊരു തോരൻ ഉണ്ടാക്കാം. ഈ കർക്കിടക മാസത്തിലൊക്കെ നല്ല ഇലക്കറികളൊക്കെ കഴിക്കണം എന്നല്ലേ ഇപ്പോൾ കാണുന്ന വീഡിയോയിൽ അധികവും ഈ ഇലക്കറികളാണ്. അപ്പോൾ കർക്കിടക മാസത്തിലൊക്കെ ഇലക്കറികൾ കഴിക്കണം എന്നാണല്ലോ. അപ്പോൾ നമുക്കും ഒരു നല്ല കർക്കിടക മാസത്തിലെ ഒരു തകരയില തോരൻ റെസിപ്പി ആവാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഇതായിട്ട് വന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. വലിയ പ്രയാസമൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഇലക്ക്. എല്ലാവരും തോരന് കറികൾ അങ്ങനെയൊക്കെ ആയിട്ട് ഈ സമയത്ത് ഉണ്ടാക്കുന്ന വീഡിയോസാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് കിട്ടണം മുരിങ്ങയൊക്കെ പിന്നെ എല്ലാവരും ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ ഇതിവിടെ ഞങ്ങൾ അധികം വെക്കലുണ്ട് കേട്ടോ. നമ്മൾ ഈ ഭാഗത്തൊക്കെ അങ്ങനെ വെക്കും. അപ്പോൾ ഇതാ ചെറിയുള്ളി, ഈ മുളകും, ഇനിയിപ്പോൾ തേങ്ങ ചിരവിയതും കൂടെ നമ്മൾ മിക്സീൻ്റെ ചെറിയ ജാറിലിട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഈ ഇലയിലില്ലേ നമ്മൾ ചക്കക്കുരു ഇട്ടിട്ട് അങ്ങനെയും വെക്കും കേട്ടോ. ചക്കക്കുരും ഈ തകരയിലും ഒരുമിച്ച് കൂട്ടിയിട്ട് അങ്ങനെ ഉപ്പേരി രൂപത്തിൽ അങ്ങനെ വെച്ചിട്ട് ഉള്ളി കാച്ചി നമ്മൾ തൂമിച്ചെടുക്കാമെന്ന് പറയും. അങ്ങനെയും ഉപ്പേരി വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു വിധത്തിലും വെക്കാം, അങ്ങനെയും വെക്കാം. ഇതാ ഈ ഒരു പരുവത്തിൽ ചതച്ച് ഇവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കണ്ടോ ഈ ഒരു രീതിക്കാണ് ഞാൻ ചതച്ചെടുത്തത് കേട്ടോ. ഇതിപ്പോൾ ഈ ഇല നമ്മളെ പറമ്പിൽ നിന്ന് നുള്ളിക്കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം നമ്മളിത് അരിഞ്ഞെടുക്കാൻ. പിന്നെ നമ്മൾ ഈ തൂമ്പ് ഭാഗത്തില്ല ഇലയില്ലേ, തളിരില, ആ തളിരില്ല ഇലയാണ് എടുക്കേണ്ടത്. നന്നായിട്ട് മൂത്തതൊന്നും പറ്റില്ല, മൂപ്പധികമായ ഇലയൊന്നും പറ്റില്ല കേട്ടോ. ഇനിയിപ്പോൾ അത് അതിൻ്റെ തണ്ടും ഇതൊന്നും കളയണില്ല, എല്ലാം കൂടെ കൂട്ടിയിട്ട് തന്നെ അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. നമ്മൾ ഈ പയറിൻ്റെ ഇലയൊക്കെ വെക്കൂലേ, അതുമാതിരി തന്നെ ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇവിടെ. ഞങ്ങളിവിടെ തവരയില എന്നാട്ടോ പറയാം, മനസ്സിലാൻ വേണ്ടിയിട്ടാണ് തകരയില എന്നൊക്കെ പറയുന്നത്. ഞങ്ങളിവിടെ സാധാരണ തവരയില എന്നാണ് പറയാം. ഇത് പറമ്പിൽ ചില ഭാഗങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ എല്ലാ ഭാഗത്തൊന്നും കാണലില്ല, ചില ഭാഗത്തൊക്കെ ഉണ്ടാവും. നല്ല മഴക്കാലത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇതിങ്ങനെ തൂമ്പായിട്ട് വന്ന് നിൽക്കുമ്പോൾ അങ്ങനെ ആ തൂമ്പലയാണ് നുള്ളിയെടുക്കുക. ഇതാ അരിഞ്ഞു വെച്ചത് ഇനിയിപ്പോൾ ഒരു ചട്ടിയിൽ മാറ്റിയിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. ഇതിപ്പോൾ ഒരു കൈ കൊണ്ട് ഫോണും പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കണത് കേട്ടോ. കാരണം ട്രൈപോഡ് പൊട്ടി, അപ്പോൾ ഫോൺ അതിൽ നിൽക്കണില്ല. അതുകൊണ്ടാണ് വീഡിയോ തന്നെ എടുക്കാനിപ്പോൾ ഒരു മടിയാണ്. ആരെങ്കിലുമൊക്കെ വേണം വീഡിയോ എടുത്ത് തരാനായിട്ട്. കണ്ടോ ഇനിയിപ്പോൾ ഗ്യാസിൽ വെച്ചിട്ട് ഇത്തിരി ഉപ്പും അതിനാവശ്യമുള്ള ഉപ്പും ഇത്തിരി വെള്ളം, കുറച്ച് വെള്ളം മതി, വെള്ളം അതിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇങ്ങനെ ഈ ഇലയൊക്കെ വെക്കുമ്പോഴില്ലേ, ഞാൻ വെറും ചൂടുള്ള ചോറും ഇങ്ങനെ ഈ തോരനൊക്കെ വെച്ചാൽ അത് വെറുതെ അത് രണ്ടും മിക്സ് ചെയ്തിട്ട് അങ്ങനെ ചോറതും കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. ഞാനങ്ങനെ ഇങ്ങനത്തെ തോരനൊന്നും ഉണ്ടാകുമ്പോൾ അധികം കറി ഉപയോഗിക്കാതെ വെറും ഈ തോരനും ചോറ് മാത്രമായിട്ട് അങ്ങനെ കഴിക്കൂട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അങ്ങനെ. ഇത് കൂടുതൽ സമയമൊന്നും വേണ്ട കേട്ടോ, ഒരു 10-15 മിനിറ്റൊക്കെ മതി പെട്ടെന്ന് വേവിച്ചെടുക്കുക. 15 മിനിറ്റൊന്നും വേണ്ട, ഒരു 10 മിനിറ്റൊക്കെ അടച്ച് വെച്ച് വേവിച്ചാൽ തന്നെ വേവായി. കണ്ടോ എന്താ പാകത്തിന് വേവക്കായി റെഡിയായി. ഇനിയിപ്പോൾ നമ്മൾ ഈ ചതച്ച് വെച്ച തേങ്ങയും ഉള്ളിയും ആ മുളകും ഇല്ലേ അത് അതിൽ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് ഒന്നും കൂടെ അടച്ച് വെച്ചിട്ട് ഈ തേങ്ങയും ഈ ഇലയും എല്ലാം കൂടെ നന്നായിട്ട് റെഡിയായി വരുന്നത് വരെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നും കൂടെ ആവി കയറ്റിയിട്ട് എടുക്കാം. എല്ലാ കാര്യങ്ങളും ചെയ്ത് റെഡിയായി കഴിഞ്ഞാൽ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നമ്മൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവില്ല, കിട്ടൂല പെട്ടെന്ന്. നമുക്ക് അങ്ങനെ പറഞ്ഞൂടെ ഇങ്ങനെ പറഞ്ഞൂടെ എന്നൊക്കെ മനസ്സിലുണ്ടാവും. പക്ഷേ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് അധികം ഒന്നും കിട്ടൂല. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇട്ടോ എന്നുള്ളതും മൂളക്കും ഒക്കെ ഇടയിൽ കയറി വരുന്നത്. ഇതാ അപ്പോൾ ഇതാ അടച്ചു വെച്ച് വേവിച്ച് കഴിഞ്ഞിട്ട് അടപ്പ് തുറന്നു. ഇനിയിപ്പോൾ റെഡിയായി വന്നു. ഇതിൽ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പില, മേലെ കുറച്ച് നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയില്ലേ, ഇത് നമ്മളിവിടെ തേങ്ങാട്ടിയെടുക്കണതാണ് കേട്ടോ വെളിച്ചെണ്ണ. അപ്പോൾ ആ വെളിച്ചെണ്ണയും കൂടെ കൂട്ടി അതതിൽ വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടിങ്ങനെ ഇളക്കി കൊണ്ടുവന്നാൽ ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് കിടക്കും. ഡ്രൈ ആയി മീൻസ് നമ്മളിങ്ങനെ ഒട്ടിപ്പിടിക്കാതെ ഇങ്ങനെ കിടക്കൂലേ, അങ്ങനെ കണ്ടോ ഇതിങ്ങനെ വേറെ ആയിട്ട് കിടക്കണില്ലേ, അതിൻ്റെ ഈ ഒരു
പരുവത്തിൽ. അപ്പോൾ കാണാൻ നല്ല രസമില്ലേ കാണാൻ ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ നല്ല ഔഷധ ഗുണമുള്ള അടിപൊളി തകരയില തോരനാണ് കേട്ടോ. അപ്പോൾ ഈ ഇല കാണാത്തവർ ആരെങ്കിലും കാണുകയാണെങ്കിൽ അറിയണവരൊക്കെ ഒന്ന് വെച്ച് നോക്കാം. ഈ കർക്കിടക മാസത്തിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി റൈറ്റാണ്. പെട്ടെന്ന് ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റുള്ള തവരയില തോരന്. തവരയില എന്ന് പറയും, തകരയില. യൂട്യൂബിലൊക്കെ തകരയില എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അതാണ് ഞാൻ മനസ്സിലാവാൻ വേണ്ടിയിട്ട് തകരയില എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫീഡ്ബാക്കൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാം. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം.